ബി മാജിക്കിന്റെ 136ാമത് സൂം മീറ്റിംഗിലേക്ക് എല്ലാവരെയും വളരെ സന്തോഷത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു. ബുക്ക് റീഡിംഗ് എന്ന ടോപ്പിക്കിനെ പറ്റി നമുക്ക് വേണ്ടി ഇന്ന് സംസാരിക്കുന്നത് മേഘ മാം ആണ്. വെൽക്കം മേഘ മാം. പറയുന്ന കേൾക്കാലോ അല്ലേ? കേൾക്കാം മാം. ആണല്ലോ. താങ്ക് യു. ഇന്ന് ഇങ്ങനെ ഒരു സെക്ഷൻ എടുക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയതിന് ആദ്യം ഞാൻ ഇവിടെയുള്ള എല്ലാവരോടും നന്ദി പറയുന്നു. പ്രപഞ്ച ശക്തിയോടും പിന്നെ നമുക്ക് ഉണരാൻ കഴിഞ്ഞതിനും ഒക്കെ ഞാൻ നന്ദിയോടെ തന്നെ തുടങ്ങട്ടെ. വായന വളരെ ചെറുപ്പം മുതൽ എനിക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ കൂട്ടുകാർ എൻ്റെ പുസ്തകങ്ങൾ തന്നെയായിരുന്നു. ഞാൻ എല്ലാത്തിനെയും അതിരറ്റ് സ്നേഹിച്ചു. കാരണം ചെറുപ്പത്തിലെ എൻ്റെ ഒറ്റപ്പെടലുകൾ എന്നെ അതിൽ നിന്നും സഹായിച്ചതെല്ലാം പുസ്തകങ്ങളായിരുന്നു. എന്നാൽ എൻ്റെ മേശപ്പുറത്ത് കുറേയേറെ പുസ്തകങ്ങൾ ഉണ്ടാവണം. കാരണം ഞാൻ ഇങ്ങനെ വായിച്ചു തീർക്കാൻ വേണ്ടി എൻ്റെ മോൾക്കറിയാം അമ്മയ്ക്ക് വേറെ ഒന്നും കൊടുത്തില്ലെങ്കിലും പുസ്തകങ്ങൾ വേണമെന്ന്. അങ്ങനെ എപ്പോഴും എൻ്റെ മേശപ്പുറത്ത് എനിക്ക് എപ്പോഴും എടുത്ത് വായിക്കാൻ, ചിലപ്പോൾ ഒരു ബുക്ക് തന്നെ വായിക്കണമെന്നില്ല, ഏതെങ്കിലുമൊക്കെ ഞാൻ വായിച്ചുകൊണ്ടേയിരിക്കും. അതിന്ന് ഞാൻ ഇവിടെ ഇന്നത്തേക്ക് തിരഞ്ഞെടുത്ത ഒരു ബുക്കുണ്ട്. അതിനെക്കുറിച്ച് പറയാം. ഒരു വാക്ക് പറയാനാണ് ഞാൻ വന്നത്. ഞാനത് പറയട്ടെ. അതിനു മുമ്പ് മരണം വന്ന് തടഞ്ഞാൽ നാളെയും അത് ഉച്ചരിക്കപ്പെടും. കാരണം അനശ്വരതയുടെ പുസ്തകത്താളിന്റെ രഹസ്യമൊരിക്കലും നാളെ അനാവൃതമാകാതിരിക്കില്ല. ദൈവത്തിന്റെ പ്രതിരൂപങ്ങളായ സ്നേഹവശ്യതയിലും സൗന്ദര്യ ദീപ്തിയിലും ജീവിക്കാനാണ് ഞാൻ വന്നത്. ഞാൻ ഈ ഭൂമിയിൽ നിന്നും ഭ്രഷ്ടനാക്കപ്പെടുവാനല്ല വന്നത്. ഞാനിവിടെയുണ്ട്. ഞാനിവിടെ ജീവിക്കുന്നു. എന്റെ ജീവിക്കുന്ന വാക്കുകളിൽ ഞാൻ മരണാന്തരവും ജീവിക്കും. ഞാനിവിടെ എല്ലാവർക്കും വേണ്ടി, എല്ലാറ്റിനും വേണ്ടിയാണ് വന്നത്. ഞാൻ എൻ്റെ ഏകാന്തതയിൽ ഇരുന്ന് ചെയ്യുന്നത് നാളെ 1000 പ്രതിധ്വനിക്കും. ഞാൻ ഇന്ന് ഏക ഹൃദയത്തോടെ മന്ത്രിക്കുന്നത് നാളെ 1000 ഹൃദയങ്ങളെ എത്തിപ്പാടും. ഖലീൽ ജിബ്രാൻ. ഇതാണ് അദ്ദേഹം, ഖലീൽ ജിബ്രാന്റെ അനശ്വരതയിലെ രഹസ്യം. KP സുധീര അവരെഴുതിയ ബുക്കാണ് ഞാൻ ഇന്ന് റീഡിങ്ങിനായിട്ട് എടുത്തിരിക്കുന്നത്. ആരായിരുന്നു ഈ ഖലീൽ ജിബ്രാൻ? അദ്ദേഹത്തെ കുറിച്ച് പറയാം. ലോക പ്രശസ്തനായ ഒരു ഏകാഗിയായ കവി, ഇന്നും ആരാധനയോടെ അമേരിക്കൻ നാടുകളിൽ സൂക്ഷിക്കുന്ന അതിവിശിഷ്ടമായ ചിത്രങ്ങളുടെ ചിത്രകാരൻ, ലോകത്തെ മുഴുവനും പ്രണയിക്കാനും സ്നേഹിക്കാനുമായി ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു പ്രവാചകൻ. അദ്ദേഹം ക്രിസ്ത്യൻ കുടുംബത്തിലാണ് ജനിച്ചത്. എന്നാൽ പള്ളിയിൽ പോകുന്ന ശീലമേ ഉണ്ടായിരുന്നില്ല. തണുത്ത മൺകുടിലുകൾക്കിടയിൽ കൂറ്റൻ പള്ളികളും ക്ഷേത്രങ്ങളും നിർമ്മിക്കാനല്ല ദൈവം മനുഷ്യനെ ഭൂമിയിലേക്ക് അയച്ചത്. മനുഷ്യ ഹൃദയത്തിൽ അമ്പലവും അൾത്താരയും പുരോഹിത ചിത്തവും സൃഷ്ടിക്കാനാണ് മനുഷ്യൻ ഭൂമിയിൽ വന്നത്. ദൈവത്തെ എന്ത് പേരിട്ട് വിളിച്ചാലും ദൈവം കേൾക്കും. നമ്മുടെ പ്രവൃത്തി, ദാനം, കരുണ, അതാണ് ദൈവത്തിന് വേണ്ടി നമ്മൾ നൽകേണ്ടത്. 1883 സിറിയയിലെ ലെബനീസിലാണ് അദ്ദേഹം ജനിച്ചത്. അമ്മ ഒരു സമ്പന്ന കുടുംബത്തിലെ ഒരു പുരോഹിതന്റെ മകളായിട്ടായിരുന്നു വളർന്നത്. എന്നാൽ ജിബ്രാന്റെ അച്ഛൻ ധനവാനായിരുന്നെങ്കിലും മദ്യപാനിയും വഴക്കാളിയും ചൂതാട്ടവും ഒക്കെ വേണ്ടാത്ത എല്ലാ സ്വഭാവങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ദോഷം മൂലം അവരുടെ സമ്പത്ത് മുഴുവൻ ഒഴുകിപ്പോയി. കടുത്ത ദാരിദ്ര്യമായിരുന്നു ആ കുഞ്ഞു ജിബ്രാൻ അനുഭവിക്കേണ്ടി വന്നത്. ജീവിതം ഒരു രക്ഷയില്ലാന്നായപ്പോൾ അദ്ദേഹത്തിന്റെ അമ്മ മരിയാന 4 മക്കളെയും കൊണ്ട് US കപ്പൽ കയറി. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആ അമ്മ കഠിനമായി തന്നെ പ്രയത്നിച്ചു. ദാരിദ്ര്യവും കഷ്ടപ്പാടും കണ്ട് കുഞ്ഞായ ജിബ്രാൻ വല്ലാതെ സങ്കടപ്പെട്ടു. ഏറ്റവും ഇളയതായിരുന്നു ജിബ്രാൻ. മകന്റെ ചിത്രരചനാ വാസന ആദ്യം കണ്ടെത്തിയത് അമ്മയായിരുന്നു. അമ്മ തന്ന പ്രോത്സാഹനവും പ്രേരണയുമായിരുന്നു തന്നെ ഒരു ചിത്രരചനാക്കാരനാക്കിയതെന്ന് ജിബ്രാൻ പിന്നീടുള്ള കാലങ്ങളിൽ പറഞ്ഞിരുന്നു. അദ്ദേഹം രചിച്ചതിൽ വെച്ച് ഏറ്റവും മഹത്വവും ഏറ്റവും സുന്ദരവുമായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത് അമ്മയുടെ ചിത്രമായിരുന്നു.
വലിയൊരു പണക്കാരനായി അമ്മയെ റാണിയായി വാഴിക്കണമെന്നായിരുന്നു കുഞ്ഞു ജിബ്രാന്റെ ആഗ്രഹം. എന്നാൽ ക്ഷയരോഗം ബാധിച്ച് ഒരു സഹോദരി ഒഴിച്ച് അദ്ദേഹത്തിന്റെ ബാക്കി 3 സഹോദരങ്ങളും മരണപ്പെട്ടു. മക്കൾ മരിക്കുന്ന കണ്ട് ഹൃദയരോഗത്താൽ ആ അമ്മയും മരിച്ചു. അതോടെ ജിബ്രാന് ആരുമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി. അനാഥത്വത്തിന്റെയും നൈരാശ്യത്തിലും ആർന്നുപോയ ജിബ്രാൻ കവിത എഴുത്തും ചിത്രമെഴുത്തുമായി എങ്ങനെയെല്ലാമോ ജീവിച്ചുപോയി. ആ ഇടയ്ക്കാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ കണ്ടെത്തിയതും ഒരു ചിത്ര പ്രദർശനം നടത്തി കാശുണ്ടാക്കാമെന്ന് കരുതിയതും. അവിടെ ആ പ്രദർശനത്തിന് ചിത്രങ്ങൾ കാണാൻ വന്ന ഒരു സ്കൂൾ പ്രിൻസിപ്പാളായ മേരി ഹാസ്കലിന് ചിത്രങ്ങളുടെ ഭാവനയും അതിന്റെ കാഴ്ചപ്പാടും വല്ലാതെ ആകർഷിച്ചു. അമ്മ മരിച്ച് വളരെയേറെ ദുഃഖത്തിൽ കഴിഞ്ഞ അവർക്ക് ഈ ചിത്രങ്ങൾ വളരെ വളരെ ഒരു സാന്ത്വനമായി തോന്നി. രണ്ടുപേർക്കും പറയാൻ നഷ്ടങ്ങളും വിഷമങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് മേരി ഹാസ്കലിന് 31 വയസ്സും ജിബ്രാന് 20 വയസ്സും. മേരി ഹാസ്കലിൻ അദ്ദേഹത്തെ ന്യൂയോർക്കിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അവിടെ ഒരു സ്റ്റുഡിയോ തുറന്നു. അവരുടെ സമ്പത്ത് കൊണ്ട് തന്നെയായിരുന്നു ഈ സ്റ്റുഡിയോ തുറന്നത്. പർണശാല എന്നായിരുന്നു അതിന് പേര് കൊടുത്തത്. അതുകൂടാതെ മേരി സ്വന്തം ചിലവിൽ ജിബ്രാനെ ഫ്രാൻസിലേക്ക് അയച്ചു. അവിടെ പാരീസിലെ അക്കാദമിക് ഓഫ് ഫൈൻ ആർട്സിൽ ചേർത്ത് പഠിപ്പിച്ചാണ് ജിബ്രാൻ ചിത്രകലയിലെ നൂതന സാങ്കേതിക വിദ്യകൾ ആർജിച്ചെടുത്തത്. അമ്മ കഴിഞ്ഞ് ജിബ്രാനെ ഏറ്റവും സ്വാധീനിച്ച സ്ത്രീ മേരി ഹാസ്കലിനായിരുന്നു. അദ്ദേഹം എഴുതിയ എല്ലാ പുസ്തകങ്ങളും ചിത്രങ്ങളും ആദ്യം സമർപ്പിച്ചത് അവർക്കായിരുന്നു. കൂടാതെ അദ്ദേഹത്തിന്റെ ഔഷധത്തിൽ ഇങ്ങനെ എഴുതി വെച്ചു: എന്റെ സ്റ്റുഡിയോയിൽ എന്റെ മരണശേഷം ബാക്കിയാവുന്ന ചിത്രങ്ങളും പുസ്തകങ്ങളും ചിത്രോപകരണങ്ങളും സർവ്വതും മേരി ഹാസ്കലിനുള്ളതായിരുന്നു. മേരി ഹാസ്കലിനുമായി അടുപ്പത്തിലുണ്ടായിരുന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന് വേറെയും ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. എന്നാലും അവരെ ആരെയും വിവാഹം കഴിക്കാൻ ഹാസ്കലിൻ ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല. വിവാഹത്തെ വെറുത്തിരുന്നു എങ്കിലും അദ്ദേഹം മേരിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അതിൽ നിന്ന് മേരി ഒഴിഞ്ഞു മാറി. ഒന്നാമത്തെ കാരണം പ്രായവ്യത്യാസം. മേരി ഹാസ്കലിൻ അദ്ദേഹത്തെക്കാൾ 10 വയസ്സോളം മൂത്തതായിരുന്നു. പിന്നെ മറ്റൊന്ന്, ജിബ്രാന്റെ പ്രഥമ സ്ഥാനം എപ്പോഴും സൃഷ്ടികൾക്ക് മാത്രമാണ്. തങ്ങളുടെ ബന്ധം അനശ്വരമായിരിക്കണം എന്നത് മേരിക്ക് നിർബന്ധമായിരുന്നു. ഒരു നല്ല ചങ്ങാത്തം മോശപ്പെട്ട പ്രേമബന്ധത്താൽ തകരരുത്, ഇതായിരുന്നു മേരിയുടെ വാദം. മേരി ജിബ്രാനെ അത്യഗാധമായി പ്രണയിച്ചു, സ്നേഹിച്ചു. അവരുടെ സമ്പത്ത് മുഴുവനും ജിബ്രാന്റെ വളർച്ചയ്ക്കും ചിത്രരചനകൾക്കുമായി മാറ്റിവെച്ചു. എന്നാലും ജിബ്രാൻ ഇനിയും വളരണമെന്ന ആഗ്രഹത്തോടെ മേരി മറ്റൊരു വിവാഹം കഴിച്ച് ന്യൂയോർക്കിൽ നിന്ന് മാറി താമസമായി. പിന്നീട് അവരിവരുടെ ചിത്രങ്ങൾ കാണാനും ഒന്നും വന്നില്ല. സ്വസ്ഥ ജീവിതവുമായി വിദേശ സഞ്ചാരങ്ങളുമായി മേരി കഴിഞ്ഞു. അതെങ്ങനെയാണ് മേരി നന്നായിട്ട് ജീവിക്കുന്നു എന്നത് ജിബ്രാന് ആനന്ദകരമായിരുന്നു എങ്കിലും ആ ശൂന്യത എങ്ങനെ പരിഹരിച്ചു എന്നത് അദ്ദേഹത്തിന് മാത്രമേ അറിയാനുള്ളൂ. 48-ാം വയസ്സിൽ മരിക്കുന്നവരെ ജിബ്രാൻ അവിവാഹിതനായി തന്നെ കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ കവിതകളെല്ലാം സ്നേഹത്തെയും പ്രണയത്തെയും കുറിച്ചായിരുന്നു. പ്രകൃതി നിയമങ്ങളെ നിലനിർത്തുന്നതും കാത്തുരക്ഷിക്കുന്നതും സ്നേഹം തന്നെയാണ്. പ്രതിഫലം ഇച്ഛിക്കാതെയുള്ള ദാനമാണ് യഥാർത്ഥ സ്നേഹം. ഇവിടെ തനിക്ക് എന്ത് വേണമെന്ന് ഭാവിക്കാതെ ഉദാരമായി തന്നെ തന്നെ ഏൽപ്പിക്കലാണ് സ്നേഹം. വേർപെടുന്ന നിമിഷം വരെ യഥാർത്ഥ സ്നേഹത്തിന്റെ ആഴത്തെ മനുഷ്യൻ തിരിച്ചറിയുന്നില്ല. വേർപെടുമ്പോൾ സ്നേഹം ഒരു മോഹമായി വളരുന്നു. ഭാവിയിൽ ഒന്നിക്കുമെന്ന പ്രത്യാശയാൽ ഹൃദയം ആശാഭരിതമാകുന്നു. പരസ്പരം സ്നേഹമുണ്ടോ എന്നറിയാൻ ഒരു വേർപാടിന്റെ പരിശോധനയിലൂടെ പരീക്ഷിക്കാം എന്നാണ് അദ്ദേഹം എഴുതുന്നത്. സ്നേഹത്തിന് ദൂരവും ആവശ്യമാണ്. സ്നേഹം മരണത്തെക്കാൾ ശക്തമാണ്. മരിച്ചു പോയാലും അവർക്ക് വേണ്ടി നാം കാത്തിരിക്കുന്നു, അവരെ സ്നേഹിക്കുന്നു. ദൈവം മനുഷ്യന് നൽകിയ ഉത്കൃഷ്ടമായ പാരിതോഷികമാണ് സ്നേഹം. ദൈവമെന്നത് എന്നും അനശ്വരതയാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസക്തമായ കൃതി ദി പ്രോഫൈറ്റ്, അതായത് പ്രവാചകനാണ്. 100-ലധികം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഈ പുസ്തകം ലോകത്തിലെ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന
ആത്മീയ സാഹിത്യ കൃതികളിൽ ഒന്നാണ്. ജിബ്രാന്റെ ബുക്കിൽ ഇതൊക്കെ പറയുന്നു. അദ്ദേഹം പറയുന്ന മറ്റൊന്നുണ്ട്. മനുഷ്യൻ ഒരിക്കലും ഒരു ദ്വീപല്ല, സത്യത്തിൽ ഓരോ മനുഷ്യനും നിങ്ങളുടേതാണ്. ജിബ്രാൻ പറയുന്നത് അന്യ മനസ്സുകളുടെ സാന്നിധ്യമില്ലാതെ അസ്തിത്വം മനസ്സിനെന്നും അന്യമാണ്. നിന്റെ പ്രിയങ്കരമായ വസ്ത്രം അന്യൻ നെയ്തുണ്ടാക്കുന്നതാണ്. നിന്റെ ഇഷ്ടഭോജനം അന്യന്റെ മേശപ്പുറത്ത് നിന്ന്. നിന്റെ സുഖശയനം അന്യന്റെ വീട്ടിലെ മെത്തപ്പായി. ഇനി പറയൂ, നിനക്ക് എങ്ങനെയാണ് അവനിൽ നിന്നും വേർപെട്ട് ജീവിക്കാനാവുക? നിഷേധാത്മകമായ സാമൂഹ്യ ബന്ധങ്ങളെക്കാൾ നല്ല വ്യക്തിബന്ധങ്ങൾ സ്ഥാപിക്കാനാണ് ഇവിടെ ജിബ്രാൻ ആഹ്വാനം ചെയ്യുന്നത്. വിവാഹത്തെക്കുറിച്ചും അദ്ദേഹം ഒത്തിരി എഴുതിയിട്ടുണ്ട്. വിവാഹത്തിന്റെ വിഷയത്തിൽ ജിബ്രാൻ ആവശ്യപ്പെടുന്നത് ഒരാൾ മറ്റേയാളെ അനുകരിക്കേണ്ടതില്ല എന്നാണ്. ഒരേ ആത്മാവും രണ്ട് ശരീരവും ഒന്നാവുന്നു, അല്ലെങ്കിൽ രണ്ട് ആത്മാക്കൾ ഒരേ ശരീരത്തിൽ. ഈ പ്രമാണം വെറും ഭാവനയാണെന്നാണ് ജിബ്രാന്റെ വാദം. അത് യാഥാർത്ഥ്യത്തിൽ അധിഷ്ഠിതമായ പ്രണയമല്ല. ഒരാൾ മറ്റേയാളായി മാറുന്നുവെന്ന് തിരിച്ചറിയുമ്പോൾ വിവാഹം വിജയകരമാകുന്നു. ഈ തിരിച്ചറിവില്ലാത്തിടത്ത് ബന്ധങ്ങൾ മോചിപ്പിക്കപ്പെടുന്നു. പരസ്പര ബഹുമാനത്തിലും പരസ്പര സഹകരണത്തിലുമാണ് ദാമ്പത്യ വിജയം. വ്യത്യസ്തത സൗന്ദര്യത്തെ ഉളവാക്കുന്നു. പ്രവാചകനിൽ ജിബ്രാൻ ഉദ്ഘോഷിക്കുന്നു, പരസ്പരം ഉദ്ഘോഷിക്കുക, എന്നാൽ സ്നേഹം ഒരു ബന്ധനമാവാതിരിക്കട്ടെ. ആത്മാവിന്റെ തീരങ്ങളിൽ അത് അലയടിക്കുന്ന സമുദ്രമാവട്ടെ. പരസ്പരം പാനപാത്രങ്ങൾ നിറയ്ക്കുക, എന്നാൽ ഒരേ പാത്രത്തിൽ നിന്നും പാനം ചെയ്യാതിരിക്കുക. ഒന്നിച്ച് ഗാനം ആലപിക്കുക, നൃത്തം ചെയ്യുക, എന്നാൽ അപ്പോഴും നിങ്ങൾ ഒറ്റയായിരിക്കുക. ഒരേ സംഗീതം മുതിർക്കുമ്പോൾ പോലും ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കുന്ന വീണക്കമ്പി പോലെ അകൽച്ച പാലിച്ച് ഒരേ ക്ഷേത്രത്തിൽ താങ്ങാവുന്ന തൂണുകൾ പോലെ അടുത്തടുത്ത് നിൽക്കുക. എന്നാൽ അധികം അടുക്കാതിരിക്കുക, കാരണം ഓക്കുമരങ്ങളും സൈപ്രസ് വൃക്ഷങ്ങളും അന്യോന്യം തങ്ങളുടെ ഛായയിൽ വളരുന്നില്ല. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. ഓർഫലീസ് നഗരത്തിൽ വച്ച് നടത്തുന്ന പ്രഭാഷണത്തിനിടയിൽ കണ്ട ഒരു അമ്മയെയും കുഞ്ഞിനെയും നോക്കി ജിബ്രാൻ പ്രവാചകനെ കൊണ്ട് പറയിക്കുന്നു, നിങ്ങളുടേതെന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന കുഞ്ഞുങ്ങൾ വാസ്തവത്തിൽ നിങ്ങളുടേതല്ല. അവർ ജീവിതത്തിന്റെ നൈരന്തര്യത്തിൽ പ്രയാണത്തിൽ നിലനിൽക്കാനുള്ള സന്തതികൾ അത്രേ. അവർ ഈ ലോകത്ത് വന്നത് നിങ്ങളിലൂടെ, എന്നാൽ അവരുടെ ആയുധം നിങ്ങളല്ല. അവർ ജീവിച്ചു പോരുന്നത് നിങ്ങൾക്കൊപ്പം, എന്നാൽ ഉടമസ്ഥർ നിങ്ങളല്ല. നിങ്ങൾക്ക് അവരെ സ്നേഹിക്കാം, എന്നാൽ ചിന്ത അവരുടെ മേൽ ചെലുത്തരുത്. അവരുടെ ദേഹങ്ങളെ നിങ്ങൾക്ക് പരിപാലിക്കാം, എന്നാൽ ആത്മാവിനെ ഭദ്രമാക്കാൻ ശ്രമിക്കരുത്. എന്തെന്നാൽ നിങ്ങളുടെ സ്വപ്നങ്ങളിൽ പോലും അപ്രാപ്യമായ നാളെ എന്ന ഗ്രഹത്തിലാണ് അവരുടെ ആത്മാക്കളുടെ വാസം. അവർ നിങ്ങളെപ്പോലെ ആവാൻ ചടിക്കരുത്. അവരെ പോലെ ആവാൻ നിങ്ങൾ ശ്രമിക്കുക. ജീവസരിത്ത് പുറക്കോട്ടല്ല, മുമ്പോട്ടാണ് ഒഴുകുന്നത്. അതിൽ ഇന്നലെയിൽ തളം കെട്ടി നിൽക്കാനാവില്ല. നിങ്ങളൊരു വില്ല്, അതിൽ നിന്നും നിങ്ങളുടെ കുട്ടികൾ അമ്പുകളായി മുന്നോട്ട് എയ്യപ്പെടുന്നു. അനന്തമായ പാതയിൽ വില്ലാളിക്കൊണ്ടൊരു ലക്ഷ്യം. അതിനുവേണ്ടി വില്ലിനെ ആവുന്നത്ര വളച്ച് അത് അമ്പിനെ ലക്ഷ്യത്തിലേക്ക് അയക്കും. വില്ലാളിയുടെ കരം നിന്നെ വളയ്ക്കുമ്പോൾ ആ വേദന നീ സസന്തോഷം സഹിക്കുക. ഇതാണ് മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിൽ ഉണ്ടായിരിക്കേണ്ട ബന്ധം എന്ന് ഭർത്താവോ പിതാവോ ആയിട്ടില്ലാത്ത ജിബ്രാൻ താക്കീത് തരുന്നത്. ഇനി അദ്ദേഹം സുഹൃത്തുക്കളെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളുടെ ആവശ്യങ്ങൾക്കുത്തരം. സ്നേഹം വിതയ്ക്കുകയും നന്ദി കൊയ്തെടുക്കുകയും ചെയ്യപ്പെടുന്ന പാഠമാണവൻ. നീ അവനടുത്തേക്ക് വിശപ്പുമായി ചെന്നു, സമാധാനം അർത്ഥിച്ചു. ആത്മാവിന്റെ അഗാധയില്ലാത്ത സൗഹൃദത്തിന് മറ്റെന്താണ് അർത്ഥം? ഇങ്ങനെ അദ്ദേഹത്തിന് ഒത്തിരി കവിതകളിലൂടെയും അദ്ദേഹത്തിന് പ്രവാചകനിലൂടെ നമ്മെ ഒരുപാട് കാര്യങ്ങൾ ബോധിച്ചു തരുന്നു. പിന്നെ ഒരിക്കൽ ജിബ്രാൻ വളരെ കഷ്ടപ്പെട്ടിരുന്ന കാലത്ത് കുറെ ചിത്രങ്ങൾ വരച്ചു. അന്ന് അദ്ദേഹത്തിന് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു, ഈ ചിത്രങ്ങളെല്ലാം വിറ്റ് അതിന്റെ കാശ് കൊണ്ട് എങ്ങനെയെങ്കിലും നിത്യവൃത്തി കഴിപ്പിക്കാമെന്ന്. എന്നാൽ കഷ്ടകാലം എന്ന് പറയട്ടെ, അദ്ദേഹത്തിന്റെ ചിത്രങ്ങളെല്ലാം കത്തിപ്പോയി. അത് അദ്ദേഹത്തിന്
ആദ്യം ഒന്ന് നടുക്കി. പിന്നീട് അദ്ദേഹം കരുതിയതെന്തെന്നോ? അദ്ദേഹം തന്നെ പറയുന്നു, പിന്നീട് തിരിഞ്ഞു നോക്കിയപ്പോൾ ജിബ്രാന് തോന്നിയത്രേ, അന്നത്തെ ചിത്രങ്ങൾ പക്വതയുടെ പരിപാകത ഇല്ലാതിരുന്നു. അതാവാം കത്തിപ്പോയത്. അതിൽ നിന്നും അദ്ദേഹം വീണ്ടും ഊർജ ഉൾക്കൊള്ളുകയും നല്ല നല്ല ചിത്രങ്ങൾ വീണ്ടും വരയ്ക്കുകയും ചെയ്തു. അങ്ങനെ കത്തിച്ചാമ്പലായിടത്ത് പിന്നീട് വരയ്ക്കപ്പെട്ട ചിത്രങ്ങളും ഛായപടങ്ങളും മീഡിയൽ ഈസ്റ്റ്, യൂറോപ്പ്, അമേരിക്ക ഈ രാജ്യങ്ങളിൽ പല വീടുകളിലും ഇന്നും വളരെ ഒരു കാഴ്ച വസ്തു പോലെ കാത്തുവച്ചിട്ടുണ്ട്. അദ്ദേഹം കൂടുതലും കത്തുകളായിരുന്നു എഴുതിയിരുന്നത്. അതിലൂടെയാണ് അദ്ദേഹം എല്ലാവർക്കും, എത്ര വലിയ തിരക്കുകൾക്കിടയിലും കത്തുകൾ എഴുതാൻ അദ്ദേഹം എപ്പോഴും താല്പര്യപ്പെട്ടിരുന്നു. ചിട്ടപ്പെടുത്തിയ ഒരു മതങ്ങളെയും ജിബ്രാനെ ആകർഷിച്ചിരുന്നില്ല. എന്നാൽ ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാവും. ജിബ്രാൻ മത അനുയായികളോടല്ല, മത തത്വ സംഹിതകളോടായിരുന്നു എതിർപ്പ്. ജിബ്രാൻ ഒരു മതനിന്ദകൻ എന്നൊരു പുസ്തകം അദ്ദേഹം സ്വയം എഴുതിയിട്ടുണ്ട്. നമുക്ക് കോൺവെന്റിന്റെ അറ്റം കാണാത്ത ഭൂമി ആവശ്യക്കാർക്ക് വീഴ്ച കൊടുക്കുക, ജനങ്ങളിൽ നിന്നും പിടിച്ചെടുത്തത് ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കുക, ജനങ്ങളെ പുഞ്ചിരിക്കുവാൻ പരിശീലിപ്പിക്കുക, സ്നേഹത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും ആനന്ദത്തിൽ സ്വർഗസീമകളുടെ അവകാശികളാവാൻ അവരെ അനുവദിക്കുക. ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ തത്വങ്ങൾ. ഒരുപാട് സ്ഥലങ്ങളിൽ നടന്ന് ജിബ്രാൻ തന്റെ തത്വങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. സൗന്ദര്യത്തെക്കുറിച്ച് അദ്ദേഹം എന്ത് പറഞ്ഞെന്ന് കേൾക്കാം. ആത്മാവിനെ ആകർഷിക്കുന്ന എന്തോ അതാണ് സൗന്ദര്യം. കൊടുക്കാൻ ആശിക്കുന്നതും എടുക്കാൻ മോഹിക്കുന്നതുമാണ് യഥാർത്ഥ സൗന്ദര്യം. ഉത്തമ സൗന്ദര്യത്തെ ദർശിക്കുമ്പോൾ നിങ്ങളുടെ അഗാധയിൽ ഒരു കരം നീണ്ടുവന്ന് അവളെ വാരിയെടുത്ത് ഹൃദയത്തിന്റെ മടിത്തട്ടിലേക്ക് എടുത്തു വയ്ക്കുവാൻ കൊതിച്ചു പോകും. ആഹ്ലാദ ദുഃഖങ്ങൾ നിറഞ്ഞ ഒരു അനുഭവം. അമൂർത്തതയുടെ മൂർത്ത രൂപമാണ് നിങ്ങൾ കാണുന്ന സൗന്ദര്യം. നിങ്ങൾ അവിടെ ശ്രവിക്കുന്നത് നിശബ്ദയുടെ സംഗീതമാണ്. പുണ്യത്തെക്കാൾ വലിയൊരു പുണ്യം നിങ്ങളിൽ നിന്ന് ആരംഭിക്കുകയും വിശ്വാസ വനിതയോട് വ്യാപിക്കുകയും ചെയ്യുന്നൊരു പുണ്യം. സൗന്ദര്യം എന്നത് മുഖത്തിലല്ല, അത് ഹൃദയാന്തർഭാഗത്തെ വെളിച്ചമായി പ്രതിഫലിപ്പിക്കുന്നു. അദ്ദേഹം മറ്റൊരു കാര്യം പറയുന്നുണ്ട്. പ്രിയ സഹോദര, നീ ആരായിരുന്നാലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീ ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നവനായാലും, അമ്പലത്തിൽ പൂജ ചെയ്യുന്നവനായാലും, പള്ളിയിൽ നിസ്കരിക്കുന്നവനായാലും, ആരായിരുന്നാലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നാം എല്ലാം ഒരേ വിശ്വാസത്തിന്റെ സന്തതികൾ. ആ പരമകാരുണ്യന്റെ കൈപ്പത്തിയിലെ പല വിരലുകളാണ് വിവിധ മതങ്ങൾ. ആത്മീയതയുടെ പരിപൂർണതയും സ്വീകാര്യത്തിന്റെ സന്നദ്ധിയുമുള്ള അവിടുത്തെ കൈകൾ സകലിലേക്കും നീട്ടപ്പെട്ടിരിക്കുകയാണ്. ഇനി ചങ്ങലകളെ കുറിച്ച് ജിബ്രാൻ എന്താ പറഞ്ഞതെന്ന് നോക്കാം. ചങ്ങലകൾ എല്ലാവരെയും കീഴടക്കുന്നില്ല. ചിലപ്പോഴൊക്കെ ഒരു ചങ്ങല മനോഹരമായ ഒരു കണ്ടാഭരണത്തെക്കാൾ മഹത്തരമാണ്. ദാനശീലത്തെക്കുറിച്ച് ജിബ്രാൻ എഴുതി, നിന്റെ നേർക്ക് നീണ്ടുവരുന്ന വിളർത്ത കൈയിലേക്ക് നീ ഒരു നാണയം നിക്ഷേപിക്കുമ്പോൾ അത് നിന്റെ സമ്പന്ന ഹൃദയത്തെയും ദൈവത്തിന്റെ സ്നേഹസമ്പന്നമായ ഹൃദയത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഇങ്ങനെ അദ്ദേഹം ഒത്തിരി കാലത്തെക്കുറിച്ചും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കാലം എത്ര അത്ഭുതകരമാണ്, എത്ര വിചിത്ര ജീവികളാണ് നാമൊക്കെ. കാലത്തോടൊപ്പം നമ്മളൊക്കെ മാറുന്നു. അത് ഒരടി മുന്നോട്ട് വെച്ച് മൂടുപടം മാറ്റി നമ്മെ നോക്കുന്നു, അത്ഭുതപ്പെടുത്തുന്നു, ആവേശഭരിതമാക്കുന്നു. അദ്ദേഹം എല്ലാത്തിനെ കുറിച്ച്, ഈ ഭൂമിയിലെ എല്ലാ ചരാചാരങ്ങളെ കുറിച്ചും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആത്മാവിനെ കുറിച്ച് എഴുതി. ബാഹ്യവസ്തുക്കളാകുന്ന വീഞ്ഞിനേക്കാൾ മധുരതരമാണ് ആത്മാവിന്റെ ദാഹം. ഇത് പറഞ്ഞാൽ തീരില്ല, അത്രമാത്രം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം കഥകളും കവിതകളെ പോലെ തന്നെ ഒത്തിരി കവിതകളിലൂടെയാണ് അദ്ദേഹം തന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു വെച്ചിട്ടുള്ളത്. പിന്നെ കത്തുകളിലൂടെ അദ്ദേഹത്തിന്റെ മരണശേഷം ഒരുപാട് കത്തുകൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു. അതിലൂടെയാണ് അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റിയത്. മൃത്യുവിന്റെ ആഗമനം, അതും അദ്ദേഹം എഴുതിയ ഒരു കൊച്ചു കഥയാണ്. കാരണം ഒരിക്കൽ മരണം ഒരു ധനവാന്റെ അടുത്തെത്തി. മരണം അടുത്തെത്തി അയാളുടെ കണ്ണുകളിൽ തൊട്ടു. അന്ന് ധനവാൻ അമ്പരപ്പോടെ ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടത്?
എന്റെ ജോലികൾ പൂർത്തിയാക്കാതെ കിടക്കുന്ന നേരത്ത് എന്തിനിവിടെ വന്നു? എന്നെ പോലെയുള്ളവരുടെ അടുത്ത് നിനക്കെന്ത് കാര്യം? നീ ദുർബലന്മാരുടെ അരികിലേക്ക് ചെന്ന് അവരെ ഏറ്റെടുക്ക. അതുമല്ലെങ്കിൽ ഒരു കൂന സ്വർണം തരാം. അതും പോരെങ്കിൽ എന്റെ ദാസന്മാരുടെ ആത്മാക്കൾ എത്ര വേണമെങ്കിലും എടുത്തുകൊള്ളൂ. എന്നാൽ എന്നെ നീ വിട്ടു പോകണം. എനിക്ക് ജീവിതത്തിൽ ഒരുപാട് കണക്കുകൾ തീർക്കാനുണ്ട്. ആളുകൾ എനിക്ക് ഒരുപാട് സ്വർണം തരാനുണ്ട്. എന്റെ കപ്പലുകൾ കരയ്ക്കെത്തിയിട്ടില്ല. ഗോതമ്പ് വയലുകളിലെ വിള കാത്തു കിടക്കുന്നു. നിനക്ക് ആവശ്യമുള്ളതെല്ലാം നീ എടുത്തോളൂ. എനിക്ക് എന്റെ ജീവൻ മാത്രം തന്നാൽ മതി. എന്റെ അന്തഃപുരത്തിലെ സുന്ദരികൾ ഏതിനെ വേണമെങ്കിലും നിനക്കെടുക്കാം. ഹാ മരണമേ, നീ എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. എനിക്ക് എന്റെ ഒരു മകനേ ഉള്ളൂ. അവനാണ് എന്റെ ജീവൻ, എന്റെ ജീവിതാനന്ദവും അവനാണ്. എങ്കിലും വേണമെങ്കിൽ നിനക്ക് അവനെ എടുക്കാം, എന്നാൽ എന്റെ ജീവൻ എടുക്കരുത്. അപ്പോൾ മനുഷ്യന് എല്ലാ സമ്പത്തിനേക്കാളും വലുത് അവന്റെ ജീവനാണെന്ന് ഇവിടെ അദ്ദേഹം ഒരു കഥയിലൂടെ പറയുന്നു. ഇങ്ങനെ ഒത്തിരി ഉണ്ട്. അദ്ദേഹത്തിന്റെ അവസാനം എങ്ങനെയെന്ന് കൂടി നമുക്ക് നോക്കാം. 1931 ഏപ്രിൽ 10 വെള്ളിയാഴ്ച രാത്രി 10:50 ലോകം കണ്ട അതുല്യനായ കവി, ചിത്രകാരൻ, അനിഷേധ്യനായ മനുഷ്യസ്നേഹി, ഈ ലോകത്തിന്റെ രാഗദോഷങ്ങളെയും കലാപ്രപഞ്ചത്തെയും വിട്ട് മൃത്യുവിന്റെ നിഷേധ്യമായ രഥത്തിൽ കയറി യാത്രയായി. ഗുരുതരമായ കരൾ രോഗവും ശ്വാസകോശത്തിലെ ക്ഷയവുമായിരുന്നു മരണകാരണം. തന്നെ ഈ ഭൂമിയുമായി ബന്ധിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മുഖങ്ങൾ കാണാനാവാതെ ലോകത്തെ എന്നത്തെയും ഭീഷ്മശാലി എന്നേക്കുമായി കണ്ണുകളടച്ചു. മരണം തിരുമ്മിയടച്ച ആ കണ്ണുകളിൽ ഒരു കണ്ണുനീർക്കണം ബാക്കിയായിരിക്കണം. തന്റെ എഴുതാത്ത കവിതകളും വരച്ചു തീർക്കാത്ത ചിത്രങ്ങളും ജീവിച്ചു തീർത്തിട്ടില്ലാത്ത ജീവിതവും തീരാത്ത ദാഹമായി ആ വരണ്ട ചുണ്ടുകളിൽ പടുകെട്ടി കിടന്നിരിക്കണം. അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ സഹോദരി ജന്മസ്ഥലമായ ലെബനയിലെ അദ്ദേഹം കുഞ്ഞിലെ പോവാറുള്ള പള്ളിയായ മാർ സർക്കീസ് എന്ന പള്ളിപ്പറമ്പിൽ അടക്കം ചെയ്തു. ശവകുടീരത്തിൽ അറബിയിൽ ഇങ്ങനെ എഴുതി വെച്ചു: ഇവിടെ നമ്മുടെ പ്രവാചകൻ ജിബ്രാൻ ഉറങ്ങുന്നു എന്ന് കുറിച്ചു വെച്ചു. ലോകത്തുള്ള സകലരും അവിടേക്ക് ഒഴുകുകയും അദ്ദേഹത്തിന് അന്ത്യശുശ്രൂഷ ചെയ്യുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ വാക്കുകൾ പോലെ അദ്ദേഹം ഒരിക്കലും മരിച്ചിട്ടില്ല. ഇന്നും അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ട്. ഞാൻ എന്റെ ഏകാന്തതയിൽ ഇരുന്ന് ചെയ്യുന്നത് നാളെ 1000 പ്രതിധ്വനിക്കും. ഞാൻ ഇന്ന് ഏകഹൃദയത്തോടെ മന്ത്രിക്കുന്നത് നാളെ 1000 ഹൃദയങ്ങൾ ഏറ്റുപാടും. ശരിയാണ്, ഇന്നും ജിബ്രാന്റെ കഥകളും കവിതകളും പ്രസക്തം തന്നെയാണ്. പലരും ഇന്ന് പറയുന്ന മോട്ടിവേഷനിൽ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ ജിബ്രാൻ അന്ന് പറഞ്ഞതായിരുന്നു. താങ്ക് യു. ഇത് പറഞ്ഞാതെ ഞാൻ അവസാനിപ്പിക്കുന്നു. എനിക്ക് ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്നതിന് നന്ദി. താങ്ക് യു സോ മച്ച് മേഘ മാം. ഒരുപാട് നാളുകൾക്ക് ശേഷം നമുക്കൊരു ഒരു ടീച്ചറിന്റെ ഒരു ക്ലാസ്സിലിരിക്കുന്ന ഒരു ഫീലായിരുന്നു. മാം ആ ബുക്കിനെ പറ്റിയിട്ടും ജിബ്രാനെ പറ്റിയിട്ടും വളരെ മനോഹരമായിട്ടാണ് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്തു തന്നത്. ഇത് മുഴുവൻ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുമ്പം എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം ഞാൻ പറയാം. നമ്മൾ ഇതിനകത്ത് വിവാഹ ജീവിതത്തെ പറ്റി ജിബ്രാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മാതാപിതാക്കളെയും കുട്ടികളെയും പറ്റിയിട്ട്, സൗഹൃദത്തെ പറ്റി, ദാനം കൊടുക്കുന്നതിനെ പറ്റി, ഇതെല്ലാം നമ്മൾ ഈ ബുക്കിൽ നിന്ന് മാം ഇത് പറഞ്ഞു തരുമ്പം ഇതൊക്കെ തന്നെയാണ് മാം പറഞ്ഞ പോലെ തന്നെ ഇന്നും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജിബ്രാൻ ഇത് എഴുതിയിട്ടുള്ളത് എത്രയോ വർഷം മുന്നേ ആയിരുന്നു. പക്ഷെ ഈ ഒരു 2026 നമ്മൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത് അന്ന് ജിബ്രാൻ എഴുതി വെച്ച ആ വാക്കുകളും അതിനെ കുറച്ചും കൂടി എലാബറേറ്റ് ചെയ്തും അതിനെ പല രീതിയിലുമാണ് ഇന്ന് ചർച്ച ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് എനിക്ക് ഭയങ്കരമായിട്ടൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ്. പിന്നെ മാതാപിതാക്കളെയും കുട്ടികളെയും കുറിച്ച് പറഞ്ഞത്, അത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നോട്ടായിട്ട് നമുക്ക് അവിടെ എടുത്തു വെക്കാവുന്നതാണ്. നിങ്ങൾ വില്ലാണെങ്കിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കുന്ന അമ്പുകളാണ് നിങ്ങളുടെ കുട്ടികൾ. അത് ശരിക്കും നല്ലൊരു മനോഹരമായ ഒരു വാക്കായിരുന്നു. താങ്ക് യു മാം, ഇങ്ങനെ ഒരു വണ്ടർഫുൾ സെഷൻ തന്നതിന്. ഫീഡ്ബാക്ക് പറയാൻ മറ്റു ടീം അംഗങ്ങളെ ക്ഷണിക്കുന്നു. ഹലോ മാജിക് മോർണിംഗ്. ഹലോ കേൾക്കാം. കേൾക്കാം. മാം വളരെയധികം നന്നായിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ബുക്ക് റിവ്യൂ.
ഇപ്പൊ ശ്രീകൃഷ്ണ മാം പറഞ്ഞ പോലെ ഇന്നലെ ശ്രീകൃഷ്ണ മാം എടുത്ത ക്ലാസ് ആയാലും അതിന്റെ തലേ ദിവസം നമ്മുടെ ഓസ്റ്റിൻ സാർ എടുത്ത ക്ലാസ് ആയാലും മാമിന്റെ ഈ ബുക്കും എല്ലാം കൂടി കണക്ട് ചെയ്യുമ്പോൾ പറയുന്ന പോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബുക്ക് റിവ്യൂ ആയിട്ടുണ്ടെന്ന് വളരെയധികം ഇഷ്ടപ്പെട്ടു. എല്ലാ കാര്യങ്ങളെ കുറിച്ചും ടച്ച് ചെയ്തിട്ടാണ് ആ ബുക്കിൽ പറയുന്നത്. വളരെ നന്നായിരുന്നു മാം. അതുപോലെ തന്നെ മാമിന്റെ പ്രസന്റേഷൻ നന്നായി ചിരിച്ച് നല്ലൊരു പ്ലസന്റ് ആയിട്ടുള്ളൊരു ഫേസോട് കൂടി തന്നെ മാം അത് ബുക്ക് റിവ്യൂ ഞങ്ങൾക്ക് തരാൻ പറ്റി. ഓക്കെ, വളരെ നല്ലൊരു മൂമെന്റ് ആയിരുന്നു. താങ്ക് യു സോ മച്ച് മേഘ മാം. മാജിക് മോർണിംഗ്. ക്ലാസ്സിൽ ഇരുന്ന കാലമൊക്കെ മറന്നുപോയി. ഇന്നിപ്പോ ഒരു ടീച്ചർ വന്ന് ക്ലാസ് എടുത്ത ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. മാഡം ബുക്ക് വായിച്ച് അതിലൂടെ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. നമുക്ക് ക്ലാസ്സിൽ പണ്ട് സ്കൂളിലിരിക്കുമ്പോൾ ടീച്ചർമാർ ക്ലാസ് എടുക്കണ ആ ഒരു ഇത് ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ അങ്ങ് വിട്ടുപോയായിരുന്നു. പക്ഷെ ഇന്നിപ്പം പഴയതുപോലെ ക്ലാസ്സിൽ ഇരുന്ന ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പിന്നെ മാഡം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇന്നലെ ഇപ്പൊ പറഞ്ഞതുപോലെ ശ്രീകൃഷ്ണ മാഡം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എല്ലാം ഉണ്ട് അതിന്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇന്നത്തെ കാര്യങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കാര്യമാണ്. മാഡം അത് നല്ല രീതിയിൽ പറഞ്ഞ് വായിച്ച് കേട്ടപ്പോൾ, നമ്മൾ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് മനസ്സിലായത് ഒരാൾ വായിച്ച് പറഞ്ഞു തരുമ്പോഴാണ്. അപ്പൊ അത് വായിച്ച് കേട്ടപ്പോൾ കുറെ കൂടെ കാര്യങ്ങൾ മനസ്സിലായി. നല്ല ക്ലാസ് ആയിരുന്നു മാഡം. താങ്ക് യു. ഇതിലെല്ലാം തൊട്ടേ പോയുള്ളൂ. വായിക്കണം, ഒരിക്കൽ വായിച്ചാൽ മതിയാവില്ല, പിന്നെയും വായിക്കാൻ തോന്നും. താങ്ക് യു. എന്നാലും മാഡം വായിച്ചു കേട്ടപ്പോൾ നമ്മൾ വായിക്കുന്നതിനേക്കാളും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. ഒരു കാര്യം നമ്മൾ പല പ്രാവശ്യം വായിക്കേണ്ടി വരും, പക്ഷെ അങ്ങനെ വേണ്ടി വരുന്നില്ല. മാഡം വായിച്ചു പറഞ്ഞു തന്നപ്പോൾ ടീച്ചർ നമുക്ക് പറഞ്ഞു തരുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുന്നത് പോലെ കാര്യങ്ങൾ പിടികിട്ടി. താങ്ക് യു. നന്നായിട്ടുണ്ടായിരുന്നു. മാജിക് മോർണിംഗ് മേഘ മാം, വളരെ നന്നായിട്ടുണ്ടായിരുന്നു. വളരെ വിശ്വവിഖ്യാതനായ ഒരു പ്രശസ്തനായ മഹാനായ ഒരു കവി, ചിത്രകാരൻ, അവരെല്ലാം നമ്മളെ അടുത്തേക്ക് എത്തിച്ച രാവിലെ തന്നെ നമ്മളിലേക്ക് എത്തിച്ചതിന് നന്ദി. അവരെ ഭാവന, കാഴ്ചപ്പാടൊക്കെ നമ്മളിലേക്ക് വളരെ മനോഹരമായി നല്ല ബ്യൂട്ടിഫുൾ പ്രസന്റേഷനോട് കൂടിയിട്ട് ഇന്ന് നമ്മളിലേക്ക് എത്തിക്കുകയാണ്. ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായി തന്നെ അതിൻ്റെതായിട്ടുള്ള ഒരു അർത്ഥവും അതേമാതിരി തന്നെ വ്യാപ്തിയൊക്കെ മനസ്സിലാക്കി വളരെ മൃദുവായ രീതിയിൽ വളരെ നമ്മളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ബന്ധങ്ങളെ പറ്റിയിട്ടും നല്ല വ്യക്തമായിട്ടാണ് പറഞ്ഞത്. സൗന്ദര്യത്തെ പറ്റിയിട്ടാണെങ്കിലും ശരി, ഭാര്യാഭർത്തൃ ബന്ധത്തെ പറ്റി, സുഹൃത്ത് ബന്ധത്തെ പറ്റി, അങ്ങനെ എന്ത് പല കാര്യങ്ങളും പരസ്പര വിശ്വാസവും ബഹുമാനത്തിന്റെ കാര്യമൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെയാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ഈ വായനന്റെ ഇതിൽ കൂടെ വരുന്ന ഈ ഇത്രയും നല്ല നല്ല എഴുത്തുകാര് നമ്മളിലേക്ക് എത്തിച്ചതിനാണ് നമ്മളെ ഒരു നോക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു വിശ്വാസങ്ങളും പ്രമാണങ്ങളും ഒക്കെ ഇതായിട്ടുണ്ട്. മതത്തിന്റെ കാര്യമായാലും ശരി, ജീവിതത്തിന്റെ കാര്യമായാലും ശരി, എല്ലാം വളരെ വ്യക്തമായിട്ടാണ് നമ്മളിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഇന്ന് ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ പല ഇതുണ്ട്. നമ്മളെ ജീവിതത്തിലെ അർത്ഥം വരുന്നത് അൺകണ്ടീഷണൽ ലവിനെ പറ്റിയിട്ടാണ് കൂടുതൽ നമുക്ക് വ്യക്തമായത്. സ്നേഹത്തിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ദാനം, ധർമ്മം, കരുണ, ഇതൊക്കെ ടച്ച് ചെയ്യുന്ന വിവിധ കാര്യങ്ങളിലും എത്തിച്ചേർന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ കോർത്തിണങ്ങിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ചങ്ങനമാരിയ ഒരു ജപമാലമാരിയാണ് ഇന്ന് എത്തിച്ചത്. താങ്ക് യു വെരി മച്ച്. വളരെ നന്നായിട്ടുണ്ടായിരുന്നു. താങ്ക് യു. ഷീല മാം. തന്നെയാണോ വിളിച്ചത്? പറയാനുള്ളത്. ഹലോ മേഘ. ഹലോ. സൂപ്പർ സെഷൻ ആയിരുന്നു കേട്ടോ. നമ്മുടെ ഇപ്പോഴത്തെ എത്രയോ പണ്ട് എഴുതി വെച്ച കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നമുക്ക് കൂടുതൽ ചിന്തിക്കാനും നമ്മളെ കുറച്ചുകൂടെ മോൾഡ് ചെയ്യാനും ഒക്കെ ഒതുങ്ങിയ ഒരു പുസ്തകമാണ് സെലക്ട് ചെയ്തത്. ഓക്കെ, താങ്ക് യു, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു മേഘ. മാജിക് മോർണിംഗ് നല്ലൊരു ടോപ്പിക്കാണ് ഇന്നത്തെ ബുക്ക് റീഡിങ്. ഖലീൽ ജിബ്രാന്റെ ആകത്തുക, അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഈ ക്ലാസ്സിൽ കേൾക്കാൻ പറ്റി. നന്നായിട്ടുണ്ട്. താങ്ക് യു. ഇനിയും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. താങ്ക് യു.
Hi, man. Good morning. ഹായ്. Come on. കേൾക്കാം. നല്ലൊരു ലോകം കണ്ട വലിയ ഫിലോസഫറാണ്. ഇപ്പോഴെന്റെ ആ വാക്ക് ഞാൻ ഈ ജിബ്രാനൊക്കെ വായിച്ചത് ഈ യൂസ് ഓഫ് ഫയർ പറഞ്ഞിട്ട് എത്തിജന്റെ പുസ്തകം. അതില് ഫസ്റ്റ് കോട്ടിങ് എന്റെ ജിബ്രാന്റെ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ അവരുടെ ആഗ്രഹങ്ങൾ ആ വേർഡിൽ പിന്നെ പല പുസ്തകത്തിൽ ആ കോട്ടിങ് പിന്നെ ഇതിനെ പറ്റിയിട്ട് നല്ലൊരു കാഴ്ചപ്പാട് യോജിക്കാൻ ഉള്ള ആളാണ്. ലോകത്ത് രഹസ്യങ്ങൾ ഓരോ ഓരോ ബിറ്റ്വീൻ ദ ലൈൻസ് ആണ്. ഓരോ വാക്കിന്റെ ഇടയിൽ വേറൊരു അർത്ഥങ്ങൾ. നല്ലൊരു പുസ്തകം, നല്ല റിവ്യൂ. താങ്ക് യു താങ്ക് യു സർ. ഷീജ മാം ഫീഡ്ബാക്ക് പറയാമോ? ഞാൻ ഇതുവരെ ഖലീജ് ഇബ്രാഹിമിന്റെ ഒരു ബുക്ക് വായിച്ചിട്ടില്ല, ആദ്യമായിട്ട് കേൾക്കാണ്. നല്ലൊരു കഥയായിരുന്നു, നല്ലൊരു സ്റ്റോറി ഇതായിരുന്നു, ഇഷ്ടപ്പെട്ടു. ഇനി ഇതുപോലുള്ള ബുക്കുകൾ വായിച്ച് കേൾക്കുമ്പോൾ അത് കേൾക്കാൻ കുറച്ചും കൂടി ഒരു ഇതുണ്ട്, മനസ്സിലാക്കാൻ. നന്നായിരുന്നു, നല്ലതായിരുന്നു. താങ്ക് യു ഷീജ. താങ്ക് യു ഷീജ മാം. ഇനി ആരെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടോ? മേഘ മാം, എനിക്ക് ഫീൽ ചെയ്ത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാം എല്ലാ ആഴ്ചയും അല്ലെങ്കിൽ മന്ത്ലി ഒരു വൺസോ ട്വൈസോ ആയിട്ട് ഇങ്ങനെ ഒരു ബുക്കിനെ പറ്റി റിവ്യൂ ചെയ്താൽ നന്നായിരിക്കും. കാരണം എല്ലാവരും എല്ലാ ബുക്കും വായിക്കുന്നുണ്ടായിരിക്കില്ല. പക്ഷെ മാം, എനിക്ക് തോന്നുന്നു മാമിന് വായന ഇഷ്ടമായത് കൊണ്ട് തന്നെ ഒട്ടുമിക്ക ബുക്കുകളും മാം വായിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ ബുക്കുകളും നമ്മളിലേക്ക് എത്തിക്കുമ്പം ഇപ്പോൾ ഇതിൽ ഈ 12 പേരിൽ എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. പക്ഷെ നമുക്കിപ്പോൾ ആ വ്യക്തിനെ പറ്റി, ആ ബുക്ക് എന്താണെന്നും അതിന്റെ ഉള്ളടക്കം എന്താണെന്നും മാം മനോഹരമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഓരോ ബുക്കിനെ പറ്റിയും മാം ഇങ്ങനെ പറഞ്ഞു തരുവാണെങ്കിൽ അത് വലിയൊരു ഉപകാരമായിരിക്കും. ഇനി ഇതുപോലെയുള്ള സെഷനുകൾ പ്രതീക്ഷിക്കുന്നു മാമിന്റെ അടുത്ത് നിന്ന്. താങ്ക് യു. സന്തോഷമുള്ളത്. കാരണം ശരിയാ. വായിക്കുക, അത് ഒരു 100 ബുക്ക് വായിക്കണം ഈ വർഷം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. നടക്കുമെന്ന് അറിയില്ല, എന്നാലും ഞാനൊരു 30 കവർ ചെയ്തു. ഇനിയും അതുകൊണ്ടാണ് ഇങ്ങനെ ബുക്കുകൾ അടുക്കിയടുക്കി വെച്ചിരിക്കുന്നത്, ഒരു ചലഞ്ച് പോലെ. അത്രയൊന്നും എത്തിയില്ലെങ്കിലും ഒരു 50 വായിച്ചു തീർക്കണം. ഞാൻ അതൊക്കെ എഴുതി വെക്കാറുണ്ട്, വായിക്കുന്നതിന്റെയൊക്കെ ഒരു കുറിപ്പ്. കാരണം മറന്നുപോകും, വേറെ വേറെ ബുക്കുകൾ കിട്ടുമ്പോൾ മറന്നുപോകും. അതുകൊണ്ട് ഞാൻ എഴുതി വെക്കാറുണ്ട്. പറഞ്ഞോളൂ. താങ്ക് യു. പക്ഷെ ചിലതെല്ലാം നോവലുകളായിരിക്കും. പിന്നെ എന്റെ കൊച്ചിന് കൂടെ ഞാൻ എടുക്കാറുണ്ട്. പാട്ട് പാടും തത്ത, അവന് ഇഷ്ടമാണ് വായിച്ച് കേൾക്കാൻ. അവൻ എന്റെ അടുത്ത് വരുമ്പോ ബുക്ക് എടുത്തല്ല അവൻ വന്നിരിക്കും. വായിച്ച് കേൾക്കുന്നത്, അതിനെക്കുറിച്ച് പറയുന്നതൊക്കെ അവന് ഇഷ്ടമാണ്. അപ്പൊ അവന് വേണ്ടിയാണ് ഞാൻ ചില ബാലസാഹിത്യങ്ങളെല്ലാം എടുത്തുകൊണ്ടുവരും. 5 വയസ്സുകാരനാണെങ്കിലും ഫോണിനോടൊന്നും താല്പര്യമില്ല. അവന് എന്റെ ശീലമാണോന്ന് അറിയില്ല, ബുക്കുകൾ കാണുമ്പോൾ ഓടി വരും, അമ്മ വായിച്ചു താന്ന് പറഞ്ഞു. അവന് വേണ്ടിയാണ് ഞാൻ ചില ബുക്കുകളൊക്കെ എടുത്തിട്ട് വരുന്നത്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം. വേറെ ആരും എന്തോന്ന് പറഞ്ഞോളൂ മാം. അല്ല, നമുക്ക് കേൾക്കുന്നു. ഷൈനി. അവര് നല്ലൊരു സെക്ഷനായിരുന്നു. ഈ പറഞ്ഞതുപോലെ നമുക്ക് ആഴ്ചയില് മാമിന് പറ്റുമ്പോഴൊക്കെ സെക്ഷൻ എടുക്കണം. നമ്മൾക്ക് ഈ വായിക്കാന് താല്പര്യമുണ്ട്, ചില സമയങ്ങളിലൊന്നും അതിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. അപ്പോഴൊരു ബുക്കിന്റെ കുറിച്ചുള്ള അറിവുകളൊക്കെ നമുക്ക് കിട്ടുമല്ലോ മാം. ഒരു സെക്ഷൻ എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. എനിക്ക് ബുക്കുകളില്ലാത്തൊരു ലോകമില്ല, പറഞ്ഞാ മതി. ഞാൻ വായിക്കുന്ന ബുക്കുകളെ കുറിച്ച് പറഞ്ഞുതരാം. ചിലതെല്ലാം നോവലായിരിക്കും. ഇതിപ്പോ ഇതിനു വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തതാ.
നോവലായാലും നല്ലതാ, ഒരുപാട് കാര്യങ്ങൾ അതെ അതിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റും. തീർച്ചയായിട്ടും നല്ലൊരു സെക്ഷൻ ഓക്കെ. ആയിരുന്നു. താങ്ക് യു. വരണം. താങ്ക് യു ഷൈനിയ മാം. പിന്നെ മറ്റൊരു റിക്വസ്റ്റ് ഉള്ളത്, നമ്മുടെ സെഷനിൽ ഇന്നിപ്പോൾ പങ്കെടുത്തിരിക്കുന്ന 15 പേരാണ്. മാക്സിമം നമ്മളിപ്പോൾ കാണുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് 20 പേരായിരിക്കും ജോയിൻ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ പങ്കെടുക്കുന്ന നമ്മൾ ആരെങ്കിലും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, നമുക്ക് പേഴ്സണലി അറിയുന്നതോ അല്ലെങ്കിൽ നമ്മൾ മെൻറ്ററായിട്ടുള്ള ആരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് ജസ്റ്റ് എന്താണ് പങ്കെടുക്കാൻ പറ്റാത്തതെന്ന് ഒന്ന് ചോദിച്ചാൽ നന്നായിരിക്കും. അതുപോലെ തന്നെ ഇന്ന് ജോയിൻ ചെയ്യുന്ന എല്ലാവരും നാളെയും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ മോർണിംഗ് ജസ്റ്റ് ഒരു 1 hour നമുക്ക് വേണ്ടി തന്നെ സ്പെൻഡ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഒരു ദിവസം നമുക്ക് പോസിറ്റീവായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. ഒരു റിക്വസ്റ്റ് ആണ്, അപ്പൊ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വേറെ ഫീഡ്ബാക്കുകളൊന്നും പറയാതെ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഇന്ന് നമുക്ക് വേണ്ടി ഇത്രയും നല്ലൊരു ബുക്ക് റിവ്യൂ എടുത്തു തന്ന മേഘ മാമിനും ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. സി യു ടുമോറോ. താങ്ക് യു. താങ്ക് യു മാഡം. താങ്ക് Thank യു. you, Bhatta ma'am. Thank you all. Thank you very താങ്ക് much. യു. Thank you, man. Thank you all.